ഈ വീഡിയോയിലൂടെ നമുക്ക് റിവേഴ്സിംഗ് ജേണൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. റിവേഴ്സിംഗ് ജേണൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് മന്ത് എൻഡൊക്കെ ആകുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എടുക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ചില എക്സ്പെൻസുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. സപ്പോസ് റെൻറ്റ് നമ്മൾ കൊടുക്കാനുണ്ട്. റെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് ഈ മാസത്തെ റെൻറ്റ് ചിലപ്പോൾ അടുത്ത മാസം 5-ാം തീയതിയോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മാസത്തെ റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ആ എക്സ്പെൻസ് ഓൾറെഡി നമ്മളെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ സാലറി കൊടുക്കുന്നത് അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അതായത് ഈ മാസം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ആ സാലറി നമുക്ക് ഈ മാസത്തെ എക്സ്പെൻസിൽ വരേണ്ടി വരും. ഈ മാസത്തെ എക്സ്പെൻസിൽ കാണിക്കണം. അപ്പോൾ നമ്മളത് പേയ്മെൻറ്റ് കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ റിപ്പോർട്ടിൽ വരില്ലല്ലോ. പിന്നെ നമ്മൾ ആ കൊടുക്കുന്ന ഡേറ്റിലായിരിക്കുമല്ലോ നമ്മൾ കാണിക്കുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ആ ഒരു എൻട്രി റിവേഴ്സിംഗ് ജേണൽ എന്നുള്ള വൗച്ചർ ഉപയോഗിച്ചിട്ട് നമുക്കത് എൻട്രി ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിനായി നമ്മൾ ഫസ്റ്റ് F11 ഫീച്ചേഴ്സിൽ വന്നിട്ട് F1 എന്നുള്ള ഓപ്ഷനിൽ ബജറ്റ് ആൻഡ് സെനാരിയോ മാനേജ്മെൻറ്റിൽ വന്നിട്ട് യൂസ് റിവേഴ്സിംഗ് ജേണൽ എന്നുള്ള ഓപ്ഷൻ എസ് ആക്കുക. ശേഷം ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളെ എൻട്രി പാസ് ചെയ്യാം. അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എടുത്തിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും റിവേഴ്സിംഗ് ജേണൽ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അത് ഓൾറെഡി സെലക്റ്റഡ് ആണ്. റിവേഴ്സിംഗ് ജേണൽ F10 എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ കീബോർഡിൽ F10 പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. ഓക്കെ, ശേഷം ഞാനിപ്പോൾ റെൻ്റാണ് കാണിക്കുന്നത്. നമ്മൾ റെൻറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ റെൻറ്റ് ഓരോ മാസം നമ്മൾ റെൻറ്റ് കൊടുക്കുന്നുണ്ടോ, നമ്മൾ റെൻറ്റഡ് ബിൽഡിംഗ് ആണെങ്കിൽ റെൻറ്റ് കൊടുക്കാനുണ്ടോ. അപ്പോൾ ആ റെൻറ്റ് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ മാസത്തിലെ ലാസ്റ്റ് ഡേറ്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ എൻട്രി നോർമലി ഇടുന്നത്. അതായത് നമുക്ക് റിപ്പോർട്ട് എടുക്കുന്ന ഏത് ദിവസത്തിൻ്റെ റിപ്പോർട്ടിലാണ് നമ്മൾ ആ മാസത്തെ റിപ്പോർട്ട് എടുക്കുന്നത്, ആ ഡേറ്റ് വെച്ചിട്ട് നമുക്ക് എൻ്റർ ചെയ്യാം. എഡ്യൂക്കേഷൻ വേർഷനാണിത്. അപ്പോൾ എനിക്ക് ഡേറ്റിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല. അപ്പോൾ ഞാനിവിടെ സപ്പോസ് റെൻ്റാണ് കൊടുക്കുന്നത്. ഓക്കെ, ഓൾറെഡി ലെഡ്ജറോടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെൻ്റ് ഒരു 5,000 നമുക്ക് മന്ത്ലി കൊടുക്കാനുണ്ട്. ഓക്കെ, നമ്മൾ പേയ്മെൻറ്റ് കാണിക്കണം. ആക്ച്വലി ഒരു പേയ്മെൻറ്റാണ്. ആ പേയ്മെൻറ്റ് നമ്മൾ കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ എൻട്രി എന്താ വരുന്നത്, റെൻ്റ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. സെയിം എൻട്രി നമ്മളിവിടെ എൻറ്റർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് അപ്ലിക്കബിൾ അപ് ടു, അതായത് അവിടെ കൊടുക്കുന്ന ആ ഒരു ഡേറ്റിലായിരിക്കും അത് കാണിക്കുന്നത്. ഓക്കെ, അതായത് അതിൻ്റെ മുന്നത്തെ ഡേറ്റിലും കാണിക്കില്ല, ശേഷമുള്ള ഡേറ്റിലും കാണിക്കില്ല. ഞാനിവിടെ ആ ഡേറ്റിനെ കൊടുക്കുന്നുണ്ട്. ശേഷം നരേഷൻ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നരേഷൻ ആഡ് ചെയ്തതിന് ശേഷം ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ അക്കൗണ്ട്സ് ഇൻഫോയിൽ വന്നിട്ട് സെനാരിയോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ വന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഞാനിപ്പോൾ ഓൾറെഡി ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഇതെല്ലാം നോൺ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്നുള്ള ഓപ്ഷനിലാണ് വരുന്നത്. അപ്പോൾ നമുക്കത് ജസ്റ്റ് പ്രൊവിഷൻസ് എന്നുള്ള പേരിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻക്ലൂഡ് ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ യെസ് ആക്കി കൊടുക്കുക. ശേഷം നമുക്ക് ഇൻക്ലൂഡ്സ് ഏത് വൗച്ചറാണ് നമുക്ക് നമ്മളെ റിപ്പോർട്ടിൽ പ്രൊവിഷൻ എന്നുള്ള റിപ്പോർട്ടിൽ നമ്മൾ കാണിക്കേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. റിവേഴ്സിംഗ് ജേണൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം എൻഡ് ഓഫ് ലിസ്റ്റ് എക്സ്ക്ലൂഡ്, നമുക്കതിൽ വേറെ ഏതെങ്കിലും എൻട്രീസ് കാണിക്കണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ളതാണ്. അത് നോർമലി സെലക്ട് ചെയ്യേണ്ട. ശേഷം എൻഡ് ഓഫ് ലിസ്റ്റ് അടിക്കുക. ജസ്റ്റ് ആക്സെപ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോയിട്ട് നമ്മളിപ്പോൾ അത് എൻ്റർ ചെയ്തിട്ടുള്ളത് 1 April 2020 ആണ് ഡേറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൊടുക്കുന്നു. ഓൾട്ട് F1 അടിക്കുന്നു ഡീറ്റെയിൽസ് വ്യൂവിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് റെൻറ്റ് ഇവിടെ കാണുന്നത് 5,000 ഓൾറെഡി നമ്മൾ പെയ്ഡ് ചെയ്ത റെൻ്റാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് നമ്മളൊരു പേയ്മെൻറ്റ് ജേണൽ വേറെ നമ്മൾ കാണിച്ചതാണ്. അതിൻ്റെ പുറമെ ഒരു 5,000 നമുക്ക് റെൻറ്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണിച്ചതാണ്. അപ്പോൾ നമ്മളൊരു എൻട്രി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് ഓൾട്ട് C അല്ലെങ്കിൽ ന്യൂ കോളം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ശേഷം നമ്മുടെ ഫ്രം ഡേറ്റ്, ഏത് ഡേറ്റിൽ റിപ്പോർട്ടാണ് നമ്മൾ എടുക്കുന്നത് സെലക്ട് ചെയ്യാം. ടു എൻഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ അതും സെലക്ട് ചെയ്യുക. അതായത് ഏത് പീരിയഡാണ് നമുക്ക് വേണ്ടെങ്കിൽ ആ പീരിയഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ടൈപ്പ് ഓഫ് മെത്തേഡ് ഡിഫോൾട്ട് കൊടുക്കുക. ടൈപ്പ് ഓഫ് വാല്യൂ ടു ഷോ എന്ന് പറഞ്ഞുകൊടുത്ത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സെനാരിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രൊവിഷൻസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ
കണ്ടോ, ഇത് ആക്ച്വലായിട്ടുള്ള ഡീറ്റെയിൽസാണ് കാണിക്കുന്നത്. അതായത് നമ്മളെ സിസ്റ്റം റെക്കോർഡിങ് അക്കൗണ്ടിങ് വൗച്ചേഴ്സിലൂടെ നമ്മൾ എൻ്റർ ചെയ്ത എൻട്രീസ്. അപ്പോൾ ശേഷം ഇതിവിടെ നമ്മൾ ഓൾറെഡി ഫുള്ള് കാണിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഇവിടുത്തെ കാണിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രൊവിഷൻസ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സെറ്റ് ചെയ്താൽ മതിയായിരുന്നു. അവിടെ നമ്മൾ സെനാരിയോ ക്രിയേറ്റ് ചെയ്ത സമയത്ത് യെസ് എന്ന് സെലക്ട് ചെയ്തില്ലേ, അവിടെ നമ്മൾ എന്ത് ചെയ്യുക, അത് നോ ആക്കി കഴിഞ്ഞാൽ നമുക്കതൊന്നും ഇതൊന്നും കാണില്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും 5000 നമ്മുടെ റെൻ്റ് അക്കൗണ്ടിൽ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, കണ്ടോ, ഇവിടെ നമ്മുടെ റെൻ്റ് അക്കൗണ്ടിൽ 10,000 എന്ന് കാണിക്കുന്നുണ്ട്, ടോട്ടൽ എമൗണ്ട് കാണിക്കുന്നു. അപ്പോൾ നമ്മുടെ എമൗണ്ട് കാണിക്കുന്നത് 5,000 ആണ്. 5,000 ആണ് ആക്ച്വലി കാണിക്കുന്നത്. April 1st റിവേഴ്സൽ ജേണൽ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, നമ്മുടെ ഒരു 5,000 എന്ന വൗച്ചറാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മളെ ടോട്ടൽ എമൗണ്ട് ആണ് കാണിക്കുന്നത്. പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ട് ഷോ വേരിയൻസസ് എന്നുള്ള ഓപ്ഷൻ എസ് ആയി കൊടുത്താൽ നമുക്ക് വ്യത്യാസമുള്ളത് കാണാൻ കഴിയും. കണ്ടോ, നമുക്കിവിടെ 5,000 റെൻറ്റിൻ്റെ എമൗണ്ട് മാത്രം കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഇതിലൂടെ വരുന്ന എമൗണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കഴിയില്ല, നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു ഇത് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അത് ഇവിടെ നോ തന്നെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ടുള്ള നമ്മുടെ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ആ ഒരു എക്സ്പെൻസ് നമ്മൾ 78,000 നമുക്ക് നമ്മളെ സിസ്റ്റത്തിൽ കാണിക്കുന്നുണ്ടായിരുന്നു ആദ്യം. ഈ ഒരു പ്രൊവിഷനും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ പ്രോഫിറ്റ് വരുന്നത് 73,000 ആണ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് നോക്കാനാണെങ്കിൽ, അതായത് നമുക്ക് അതിൻ്റെ എത്ര വൗച്ചർ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ നമുക്ക് അതായത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിലൊന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതിനായി നമ്മൾ ഡിസ്പ്ലേയിൽ പോയിട്ട് എക്സംഷൻ റിപ്പോർട്ടിൽ പോയിട്ട് ഇവിടെ റിവേഴ്സിങ് ജേണൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, കണ്ടോ, 1st April റിവേഴ്സിങ് ജേണൽ 5,000 നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് റിവേഴ്സിങ് ജേണലുമായി ബന്ധപ്പെട്ട് പഠിക്കാം.